പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ബസ്സും കാറും തമ്മിലാണ്. ഈ ബസ് പല പ്രാവശ്യം ഇവിടെ വൺ വേ തെറ്റിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത്. പയ്യപ്പാടിയിൽ നിന്ന് വരുന്നതാണ്. ഇവരിവിടുത്തെ യാതൊരു നിയമങ്ങളും അനുസരിക്കുന്നില്ല. ഇപ്പോൾ അവർക്ക് ശരിക്കുള്ള പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ കാറിനിട്ടാണ് ബസ് തട്ടിയത്. ഇവർ കോട്ടയത്തിന് പോവുമായിരുന്നു. അവർ ശരിക്കുള്ള വഴിയിലാണ് അവർ വന്നത്. ബസ് വൺ വേ തെറ്റിച്ചാണ് കയറി വന്നത്. പയ്യപ്പാടി വണ്ടി പല പ്രാവശ്യം അവർ മാത്രമാണ് ബസ് സ്റ്റാൻഡിൽ പോകാതെ ഈ കവല ഇട്ടുകൊണ്ട് വട്ടം കിടക്കുന്നത്. അതുപോലെ ഈ ബസ് ബേക്കറിയുടെ മുന്നിൽ അവർ നേരിട്ട് ഇങ്ങോട്ട് കയറുകയാണ്. ഞാനിത് പല പ്രാവശ്യം ഇദ്ദേഹമാണ് കാർ ഓടിച്ചത്. ഈ അച്ഛനാണ്. ഏതായാലും ബസ്സിൽ ആ യാത്രക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ബസ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം കേസായിട്ടുണ്ട്. ടയോട്ടയുടെ ഗ്ലാൻസ കാറാണ്. കോട്ടയത്തു നിന്ന് വന്നിരുന്നത്. ഇത് പുതുപ്പള്ളി കവലയാണ്. ഈ കവലയിൽ പയ്യപ്പിതുണ്ട്. ഇവിടെ ഒരു ഈ വണ്ടി ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു ഡിവൈഡർ ഇവിടെ വെച്ചിരുന്നായിരുന്നു. സ്വല്പം കൂടെ മുന്നോട്ട് നീക്കി വെച്ചിരുന്നായിരുന്നു. അതവിടെ ഒരു ദിവസം വെക്കും. വൈകിട്ട് ആരെങ്കിലും അത് എടുത്ത് മാറ്റും. അപ്പോൾ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് ഈ പുതുപ്പള്ളി കവലയിലോട്ട് തിരികെയാണ്. ഈ പയ്യപ്പാടി ബസ് മാത്രമേ ഉള്ളൂ. പയ്യപ്പാടിയിൽ എല്ലാ ബസ്സും ഇല്ല കേട്ടോ. ചില ബസ്സും ഈ ബസ് പല പ്രാവശ്യം ഇവിടുന്ന് വട്ടം കറങ്ങി പോകുന്നതായിട്ട് എന്നെ വിളിച്ച് പറയുകയും ഞാനിവിടെ വന്ന് പല പ്രാവശ്യം ഇത് കാത്തിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും അവർക്ക് കിട്ടിയില്ല. അപ്പോൾ ഇവിടുന്ന് നേരിട്ട് ഈ ബസ് ഇങ്ങോട്ട് കയറുകയാണ്. അവിടുന്ന് കൂടെ വണ്ടി കയറി വരുമ്പോഴത്തേന് ഇത് കണ്ടു. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട കലിങ്ക് അതേപടി കിടക്കുകയാണ്. അതെ, ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട് പുതുപ്പള്ളിയിൽ ഒന്നും നടക്കുകയില്ലെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വൺ വേ സംവിധാനം എന്ന് പറയുന്നത് 24 മണിക്കൂറുണ്ട്. അതിൻ്റെ എന്തെങ്കിലും കേസ് വരുന്ന സമയത്ത് മാത്രമേ ആൾക്കാർ ഇതിനെപ്പറ്റി ചിന്തിക്കത്തുള്ളൂ. ഞാൻ ഈ ആക്സിഡൻറ്റിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ആ ബസ്സിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരനോട് പറഞ്ഞു, ഒരു ദിവസം പോലും ഈ ബസ് കയറത്തില്ല, എന്നും ഇതുപോലെ വട്ടം തിരിഞ്ഞാൽ പോകുന്നതെന്ന് പറഞ്ഞു.